നമസ്കാരം, വിഷ്ണു വലിയേട്ടിലാണ്. കഴിഞ്ഞ 18 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2006 കാലഘട്ടത്തിൽ അഞ്ചലിനെ ഇറക്കിയ ഒരു കൂട്ടക്കൊലപാതകം ഉണ്ടായിരുന്നു. 24 വയസ്സുള്ള രഞ്ജിനിയും ഇരട്ട കുഞ്ഞുങ്ങളും കഴുത്തെടുത്ത് കൊല്ലപ്പെട്ട നിലയിൽ അഞ്ചലിൽ കണ്ടെത്തി. ഈ കൊലപാതകത്തിന് ശേഷം ഈ പ്രതികൾ രാജ്യം വിട്ടു എന്നുള്ള ഉൾപ്പെടെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. CBI ഉൾപ്പെടെ ഈ കേസിൽ വട്ടം ചുറ്റിയതായിരുന്നു. ആ കേസിലെ പ്രതികളെ നാളിതുവരെയായിട്ടും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ പ്രതികളെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത്. ശരിക്കും നീണ്ട 18 വർഷങ്ങളായിട്ടും ഈ നരാധന്മാരെ പിടികൂടി നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ പോലീസിനോ ഇവിടുത്തെ നിയമത്തിനോ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കൊലപാതകങ്ങൾ നടത്തിയത് 2 സൈനികരായിരുന്നു. അതിലൊന്ന് അഞ്ചൽ സ്വദേശിയായ ദിവിൽ കുമാറും രണ്ടാം പ്രതിയായ കണ്ണൂർ സ്വദേശിയായ രാജേഷുമാണ് ഈ കൊലപാതകം നടത്തിയത്. കൊലപാതകം നടത്തിയതിനു ശേഷം ഇവർ ഒളിവിൽ പോയിട്ടുള്ളതാണ്. ഇപ്പോൾ നീണ്ട 18 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം CBIയുടെ ചെന്നൈ യൂണിറ്റ് വരെ പോണ്ടിച്ചേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നവരും. ഇവർ മറ്റു പേരുകളിലായിരുന്നു പോണ്ടിച്ചേരിയിൽ താമസിച്ചു വന്നിരുന്നത്. ഇവർ കുടുംബമായി തന്നെ താമസിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇവരെ ഇപ്പോൾ എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് CBI കോടതിയിലാവും ഇവരെ ഹാജരാക്കുക. അതിനുശേഷം തെളിവെടുപ്പിന് വേണ്ടി ഈ ആരും കൊല്ലം നടത്തിയ നേരത്തെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നുമാണ് അറിയാൻ കഴിയുന്നത്. ശരിക്കും ഈ സംഭവം നടക്കുന്ന എന്ന് പറഞ്ഞാൽ 2006 കാലഘട്ടങ്ങളിൽ ദിവിൽ കുമാറും ഈ പെൺകുട്ടിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞിരുന്നില്ല. ഈ പെൺകുട്ടി ഗർഭിണിയായി. അത് തുടർന്ന് നിലവിൽ ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ അമ്മ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. ആ സമയത്ത് ദിവിൽ കുമാറിന്റെ സുഹൃത്തായ രാജേഷ് മറ്റൊരു പേരിൽ ഇവരുമായി ആശുപത്രിയിൽ വെച്ച് പരിചയം സ്ഥാപിച്ചു. ആ സമയത്ത് ആശുപത്രിയിലേക്ക് വേണ്ട സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തത് ഈ രാജേഷ് എന്ന് പറയുന്ന സൈനികരാണ്. അദ്ദേഹം രാജേഷ് എന്നല്ല പേര് പറഞ്ഞ് മറ്റൊരു പേരിലാണ് ഇവരുമായി അടുപ്പം സ്ഥാപിച്ച് അവിടെ കയറി കൂടിയത്. അതിനുശേഷം ഈ ആശുപത്രിയിലെ സഹായങ്ങളെല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം അവർ ആശുപത്രി വാസം കഴിഞ്ഞ് നേരത്തെ വീട്ടിലേക്ക് വന്നു. നേരത്തെ വീട്ടിൽ വന്ന സമയത്തും ഇദ്ദേഹം സൗഹൃദം മുതലെടുത്ത് അവിടെ ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ലഭിക്കുന്ന വിവരം ശരിയാണെങ്കിൽ 2006 ഫെബ്രുവരി 10 പകലാണ് ഈ കൊലപാതകങ്ങൾ അവിടെ നടന്നിട്ടുള്ളത്. ഈ പ്രതി പേര് മാറ്റി പറഞ്ഞ് സൗഹൃദം സ്ഥാപിച്ചത് കൊണ്ട് തന്നെ ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തെ കാര്യമായി ബാധിച്ചിരുന്നു. അതിനുശേഷം പോലീസ് ഈ കൊല നടത്തിയത് ദിവിൽ കുമാറും രാജേഷുമാണെന്ന് കണ്ടെത്തി. അതിനുശേഷം കാര്യമായ പുരോഗതി ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ മരിച്ച രഞ്ജിനിയുടെ അമ്മ കോടതിയെ സമീപിച്ചു. അങ്ങനെ 2010 ഈ കേസ് CBIക്ക് കൈമാറി. CBI അന്വേഷണത്തിലും കാര്യമായ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. CBI രാജ്യം മുഴുവൻ പ്രതികളുടെ ലുക്കൌട്ട് നോട്ടീസ് പ്രചരിപ്പിച്ചിരുന്നു. അതിനുശേഷം 2 ലക്ഷം രൂപ വരെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രതികളെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്ന ആളുകൾക്ക് 2 ലക്ഷം രൂപ വരെയാണ് CBI പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത്. അതിനുശേഷം ഈ അടുത്ത ദിവസം വരെയും ഈ പ്രതികളെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. എന്നാൽ കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗമാണ് ഇവരെക്കുറിച്ചുള്ള സൂചനകൾ CBIയുടെ ചെന്നൈ യൂണിറ്റിന് നൽകിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഈ കാണുന്ന വീട്ടിലാണ് ഈ രഞ്ജിനിയും കുഞ്ഞുങ്ങളും മരണപ്പെട്ടത്. ഈ വീട് അതിനുശേഷം ആളതാമസമില്ലാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഈ വീട്ടിലേക്കാണ് പ്രതികളെ തെളിവെടുപ്പിന് വേണ്ടി CBI പോലീസ് കൊണ്ടുവരാൻ ഇരിക്കുന്നത്. കുറച്ച് വൈകിപ്പോയെങ്കിലും പ്രതികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് കേരള ജനതയ്ക്ക് തന്നെ വളരെ വലിയൊരു ആശ്വാസമാണ്. റിപ്പോർട്ടർ വിഷ്ണു വലിയേട്ടിൽ, ചാനൽ V.